ഈ മണ്ണെണ്ണയും നമ്മുടെ സ്നേക്ക് റിപ്പല്ലൻറ്റും ഇതൊക്കെ വരാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് മെത്തേഡ്സാണ്. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ സർപ്പ ആപ്പ്, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് റെസ്ക്യൂ ടീമിനെ വിളിക്കാം. നമ്മുടെ ഫോറസ്റ്റ് ഓഫീസേഴ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഏത് ഏരിയയിൽ എത്ര കിലോമീറ്റർ ദൂരെ അവരുണ്ടെന്നുള്ളതെല്ലാം ആ ആപ്പിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സർപ്പ ആപ്പ് മറക്കണ്ട, അത് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഇതൊരു ചൂട് വെക്കുമ്പോഴും കണ്ണ് തുറന്ന് തന്നെ നടക്കണം. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു കണ്ണ് തുറന്ന് മുന്നേ നോക്കി നടക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ചെയ്താലും ഇവരെവിടെ കയറി ഒളിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് എന്നും കിടക്കുന്നതിന് മുമ്പ് ഷീറ്റും പില്ലോയും ഒന്ന് കൊട്ടിക്കുടഞ്ഞിട്ട് കിടക്കുന്നത് വളരെ നന്നായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരങ്ങ് ഇറങ്ങിപ്പോക്കോളും, നമ്മളെ ഉപദ്രവിക്കില്ല. ഇത് പാമ്പിനെ ഓടിക്കുമല്ലോ കേട്ടോ. പാമ്പ് വരാതെ ഇതിൻ്റെ സ്മെല്ല് പാമ്പുകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ ആകുമ്പോൾ പാമ്പുകൾ അങ്ങോട്ട് വരില്ല. പാറ്റാഗുളികയുടെ സെയിം സ്മെല്ലാണ് ഇതിനോട്. എൻ്റെ കോഴിക്കൂടും കോഴിമുട്ടയൊക്കെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതുകൊണ്ട് ഈ ഏരിയയിൽ കുറച്ച് കൂടുതലൊക്കെ ഒഴിച്ചേക്കാം. നമ്മുടെ ഈ വെളുത്തുള്ളി മിക്സേ ഒഴിച്ചു കൊടുക്കേണ്ടത് വീടിൻ്റെ ഭിത്തിയോട് ചേർന്ന ഏരിയാസിലാണ്. ഈ പാമ്പുകൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഭിത്തിയോട് ചേർന്നാണ്. അവരുടെ യാത്രകളൊക്കെ ഏതെങ്കിലും ഒരു ഭിത്തി അല്ലെങ്കിൽ ഒരു വോളിനോട് ചേർന്നാണ്. അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തിയോട് ചേർത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് അരിച്ച് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഈ വെളുത്തുള്ളിയും ഇതെല്ലാം വേണം. ഇതൊക്കെ പാമ്പുകൾ വരാതെ നോക്കുമെന്നേ ഉള്ളൂ, അല്ലാതെ പാമ്പുകളെ ഓടിക്കില്ല കേട്ടോ.